നാമത്തിൽ. പാടി പുകഴ്ത്തിടുവിൻ.
നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിനെയും നാഥായി നീക്കും. ആമേൻ. ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ അനുദിനം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായി നീക്കും. പരിശുദ്ധനും സുധർഗനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം വളരുന്നതിനെ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. സകലത്തിനെയും നാഥായി നീക്കും. ആമേൻ. തങ്ങളെ അടിമപ്പെടുത്തിയവരെ അവർ അടിമകളാക്കും, തങ്ങളെ മർദ്ദിച്ചവരെ അവർ
ശിവദായകമായ തിരുവചനം ശ്രദ്ധയോടുകൂടി ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അതിനനുസരിച്ച് ജീവിക്കുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥായി നീക്കും. പുസ്തകങ്ങളുടെ ആരംഭത്തിൽ ഇതിനെപ്പറ്റി എഴുതിയിരിക്കുന്നു. സമാധാനം നിങ്ങളോടുകൂടെ. പരിശുദ്ധ സുവിശേഷം 11-ാം അധ്യായം 14 മുതലുള്ള തിരുവചനങ്ങൾ. നന്മയിൽ നന്മ കാണുന്നതാണ് ദൈവികത. യേശു ഊമനായ പിശാചിനെ ബഹിഷ്കരിക്കുകയായിരുന്നു. പിശാച് പുറത്തു പോയപ്പോൾ ആ ഊമൻ സംസാരിച്ചു. ജനങ്ങൾ അത്ഭുതപ്പെട്ടു. അവരിൽ ചിലർ പറഞ്ഞു, അവൻ പിശാചികളുടെ തലവനായ ബെൽസെബൂലിനെ കൊണ്ടാണ് പിശാചികളെ ബഹിഷ്കരിക്കുന്നത്. വേറെ ചിലർ അവനെ പരീക്ഷിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു അടയാളം അവനോട് ആവശ്യപ്പെട്ടു. അവരുടെ വിചാരങ്ങൾ അറിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു, അന്തചിത്രമുള്ള രാജ്യം നശിച്ചു പോകും, അന്തചിത്രമുള്ള ഭവനവും വീണു പോകും. സാധാരണ തനിക്ക് തന്നെ എതിരായി പിരിച്ചാൽ അവന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? ഞാൻ ബെൽസെബൂലിനെ കൊണ്ടാണ് പിശാചുകളെ പുറത്താക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു. ബെൽസെബൂലിനെ കൊണ്ടാണ് ഞാൻ പിശാചുകളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പുത്രന്മാർ ആരെ കൊണ്ടാണ് അവയെ ബഹിഷ്കരിക്കുന്നത്? അതുകൊണ്ട് അവർ നിങ്ങളുടെ വിധികർത്താക്കളായിരിക്കും. എന്നാൽ ദൈവിക കരം കൊണ്ടാണ് ഞാൻ പിശാചുകളെ പുറത്താക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ശക്തൻ ആയുധധാരിയായി തന്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ അവന്റെ വസ്തുക്കൾ സുരക്ഷിതമാണ്. എന്നാൽ കൂടുതൽ ശക്തനായ ഒരുവൻ അവനെ ആക്രമിച്ചു കീഴ്പ്പെടുത്തിയാൽ അവൻ ആശ്രയിച്ചിരുന്ന ആയുധങ്ങൾ മറ്റവൻ അപഹരിക്കുകയും കൊള്ള മുതൽ ഭാഗിച്ചെടുക്കുകയും ചെയ്യും. എന്നോടുകൂടി അല്ലാത്തവൻ എനിക്കെതിരാണ്, എന്നോടുകൂടി ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു.
അതിരൂപത ദൈവവിളി ദിനം. ഇതാ ഞാൻ എന്നെ അയച്ചാൽ. വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ദിനമായ ഓഗസ്റ്റ് 4 ശേഷം വരുന്ന ഞായറാഴ്ച അതിരൂപത ദൈവ വിളി ദിനമായി ആചരിക്കുന്നു. അതിനോടനുബന്ധിച്ചുള്ള ആർച്ച് ബിഷപ്പിന്റെ സർക്കുലറാണ് നാം ശ്രമിക്കുകയാണ്. പ്രിയ മാതാപിതാക്കളെ, യുവജനങ്ങളെ, കുഞ്ഞുമക്കളെ, ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള തന്റെ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് കൂട്ടുവേലക്കാരായി ദൈവം തിരഞ്ഞെടുക്കുന്നത് മനുഷ്യരായ നമ്മയാണ്. ആരെയാണ് ഞാൻ അയക്കുക എന്ന് ചോദിക്കുന്ന ദൈവത്തോട് ഇതാ ഞാൻ എന്നെ അയച്ചാലും എന്ന് മറുപടി നൽകുന്ന യെശയ്യാ പ്രവാചകന്റെ വാക്കുകൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന സകലരും മാതൃകയും പ്രചോദനവുമാണ്. ക്രിസ്തു ഏറ്റെടുത്ത് പൂർത്തീകരിച്ചതും സഭയിലൂടെ തുടരുന്നതുമായ ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിക്കായി സകലവിധ ഭയങ്ങളും സ്വാർത്ഥ താല്പര്യങ്ങളും മാറ്റിവെച്ച് സ്വയം സമർപ്പിക്കുവാൻ ക്രിസ്തു ശിഷ്യരായ നമുക്ക് കഴിയണം. ദൈവവിളി എന്നത് ഏതാനും വ്യക്തികൾക്ക് മാത്രമുള്ള ഒരു പ്രത്യേക വിളിയല്ല, മറിച്ച് ഓരോരുത്തർക്കും അവരവരുടെ ജീവിതം ഏറ്റവും ഫലപ്രദവും സന്തോഷപ്രദവുമായി ജീവിക്കുവാൻ ദൈവം നൽകുന്ന പ്രത്യേക ക്ഷണമാണ്. ഈ ക്ഷണത്തിന് ഉദാരമായ മറുപടി നൽകുമ്പോഴാണ് ജീവിതം അർത്ഥപൂർണമാകുന്നത്. ദൈവവിളിയുടെ നിരവധി ഉദാഹരണങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാം. സ്വന്തം നാട് വിട്ട് ദൈവം നിർദ്ദേശിച്ച മറ്റൊരു ദേശത്തേക്ക് പോകുവാൻ അബ്രഹാത്തെ വിളിച്ചത് ദൈവമാണ്. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേലിനെ മോചിപ്പിക്കുവാൻ മോശയെ വിളിച്ചത് ദൈവമാണ്. പുതിയ നിയമ കാലഘട്ടത്തിൽ എന്നെ അനുഗമിക്കുവാൻ എന്ന് പറഞ്ഞ് ശിഷ്യന്മാരെ ഓരോരുത്തരെയും വിളിച്ചത് ഈശോയാണ്. ഈ വിളികൾ എല്ലാ മനുഷ്യന്റെ യോഗ്യതകളേക്കാൾ ദൈവത്തിന്റെ പദ്ധതികളാണ് വെളിപ്പെടുന്നത്. പലപ്പോഴും മനുഷ്യന് ഏറ്റവും കഴിവുള്ളവരെ അല്ല ദൈവം വിളിക്കുന്നത്, മറിച്ച് ദൈവത്തിന്റെ കാര്യങ്ങളിൽ സ്വയം സമർപ്പിക്കുവാൻ തയ്യാറായിട്ടുള്ളവരെയാണ് അവിടുന്ന് വിളിക്കുന്നത്. ദൈവത്തിന്റെ കരുണയും മനുഷ്യന്റെ എളിമയുമാണ് ദൈവവിളിയുടെ പൊരുൾ. യെശയ്യാ പ്രവാചകൻ ഒരു ഉദാഹരണമാണ്. സ്വന്തം അപര്യാപ്തതയും അയോഗ്യതയും വ്യക്തമായി തിരിച്ചറിഞ്ഞിട്ട് ദൈവത്തിന്റെ സ്വരം ശ്രമിച്ചപ്പോൾ യെശയ്യാ ധൈര്യത്തോട് പറഞ്ഞു, ഇതാ ഞാൻ എന്നെ അയച്ചാലും. ദൈവം വിളിക്കുമ്പോൾ മനുഷ്യന് മുമ്പിൽ രണ്ട് സാധ്യതകളുണ്ട്. വിളി സ്വീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യാം. ദൈവത്തിന് വിളി സ്വീകരിച്ച് ദൈവിക പദ്ധതികളോട് സഹകരിക്കുന്നവരാണ് അവരവരുടെ ചുറ്റുമുള്ള ലോകത്തിന്റെ ചരിത്രത്തെ മാറ്റിമറിയുന്നത്. വാക്കാൽ സ്വീകരിച്ചതുകൊണ്ടും ജീവിത സാഹചര്യങ്ങൾ മാറ്റം വരുത്തിയതുകൊണ്ടും ഒരാൾ ദൈവവിളിയോട് അനുകൂലമായി പ്രതികരിച്ചു എന്ന് പറയാനാവില്ല. ദൈവമേൽപ്പിക്കുന്ന ദൗത്യത്തിന് ജീവിതം മുഴുവൻ ഹൃദയപൂർവ്വം സമർപ്പിക്കുമ്പോഴാണ് ഒരാൾ ദൈവവിളി സ്വീകരിച്ചു എന്ന് പറയാനാവുന്നത്. പൗരോഹിത്യ ധർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടും സന്യാസം വഹിച്ചതുകൊണ്ടും കുടുംബജീവിതം നയിച്ചതുകൊണ്ടും ഏകസ്ഥരായി ജീവിച്ചതുകൊണ്ടും നാം ഓരോരുത്തരെയും നാം ഉൾപ്പെടുന്ന ലോകത്തെയും കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികളുടെ ഭാഗമാക്കുവാൻ ദൈവം നമ്മെ വിളിക്കുന്നു. ഓരോ വിളിയും പ്രധാനപ്പെട്ടതാണ്, പകരം വയ്ക്കാനാവാത്തതുമാണ്. എങ്കിലും ദൈവവിളി എന്ന് പറയുമ്പോൾ പൊതുവിൽ ഉദ്ദേശിക്കുന്നത് പൗരോഹിത്യം സന്യാസ ജീവിതത്തിലേക്കുള്ള വിളികളാണ്. അതിലുപത ദൈവവിളി ദിനമായ ഇന്ന് പൗരോഹിത്യത്തിലേക്കും സന്യാസ ജീവിതത്തിലേക്കുമുള്ള ദൈവവിളിയെ കുറിച്ച് നമ്മൾ കൂടുതലായി ചിന്തിക്കേണ്ടതുണ്ട്. സാങ്കേതിക വിദ്യയും ഭൗതിക നേട്ടങ്ങളും വർദ്ധിച്ചു വരുന്ന ഇന്നത്തെ ലോകത്ത് ദൈവവും ദൈവത്തിന്റെ ദരിദ്രനും പലപ്പോഴും അവഗണിക്കപ്പെടുന്നു. ധനത്തിന്റെയും സുഖത്തിന്റെയും പിന്നാലെയുള്ള മത്സരയോട്ടത്തിനിടയിൽ ജീവൻ നിലനിൽപ്പിനും വേണ്ടി നിലവിളിക്കുന്നവർക്ക് വേണ്ടി ഒരു നിമിഷം നിൽക്കുവാൻ പലർക്കും സമയമില്ല. തിരക്കുകളുടെ ഒഴികഴിവുകൾ പറയാതെ പലതരത്തിൽ പിന്നിലായി പോയവരുടെ ഒപ്പമായിരിക്കുവാനും പ്രത്യാശയും സ്നേഹവും കരുണയും പകരുവാനും സന്മനസ്സുള്ള മനുഷ്യനെ ലോകത്തിന് ആവശ്യമുണ്ട്. സൗഖ്യത്തിന്റെ വചനം പ്രഘോഷിക്കുവാനും വീണുപോയവരെ പിടിച്ചുയർത്തുവാനും മനസ്സ് കീഴിഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അങ്ങനെ
ലോകത്തിൽ ഒരു നല്ല വാർത്തയാകുവാനും ദൈവം അനേകം യുവജനങ്ങളെ ഇന്നും വിളിക്കുന്നുണ്ട്. പൗരോഹിത്യത്തിലൂടെയും സന്യാസത്തിലൂടെയും ദൈവത്തിനും ദൈവജനത്തിനും സ്വയം സമർപ്പിച്ചവർ ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അദൃശ്യനായ ദൈവം എങ്ങനെയാണ് ഒരാൾ വിളിക്കുന്നത് എന്ന ചിന്ത പലരുടെയും ഉള്ളിലുണ്ടാകും. വ്യത്യസ്തവും വ്യക്തിപരവുമായ സാഹചര്യങ്ങളിലൂടെയാണ് ഒരാൾ ദൈവവിളി തിരിച്ചറിയുന്നത്. ഭാര്യ മുതൽ വിശുദ്ധ കുർബാനയോടുള്ള ഭക്തി, പള്ളിയോടും ദൈവികാരിയോടും തോന്നുന്ന അടുപ്പം, എനിക്കൊരു വൈദികനാകണം അഥവാ സിസ്റ്ററാകണം എന്ന ആഗ്രഹം, ചില വൈദികരുടെയും സന്യസ്തരുടെയും ജീവിത മാതൃക നൽകുന്ന പ്രചോദനം, ഈശോയെ പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും സഹായിക്കുവാനുള്ള ഉൾവിളി, ഇവയൊക്കെ ദൈവവിളിയുടെ സൂചനകളായി കണക്കാക്കാം. വികാരിയേഴ്സും മറ്റു വൈദികരും സിസ്റ്റേഴ്സും വിശ്വാസ പരിശീലകരും ദൈവവിളി കണ്ടെത്തുവാൻ പലരെയും സഹായിക്കാറുണ്ട്. എന്നാൽ കുടുംബങ്ങളിലാണ് ദൈവവിളി ആദ്യമായി തിരിച്ചറിയപ്പെടേണ്ടത്. അടിയുറച്ച ക്രൈസ്തവ വിശ്വാസവും പ്രാർത്ഥനാ ചൈതന്യവുമുള്ള കുടുംബങ്ങളിൽ വളരുന്ന കുട്ടികൾക്ക് ദൈവവിളി സ്വീകരിക്കുവാൻ എളുപ്പമാണ്. മാതാപിതാക്കൾ ദൈവവിളി പ്രോത്സാഹിപ്പിക്കണം. തന്റെ മക്കളെ കുറിച്ച് ദൈവത്തിനുള്ള സ്വപ്നം എന്താണ് എന്ന് തിരിച്ചറിയുവാൻ മാതാപിതാക്കന്മാർ ധ്യാനാത്മകമായി ദൈവസ്വരത്തിന് കാതോർക്കണം. ദൈവം ദാനമായി നൽകിയ മക്കളെ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ കുടുംബവും സമൂഹവും അനുഗ്രഹീതരാകുന്നു എന്ന സത്യം മാതാപിതാക്കന്മാർ മനസ്സിലാക്കണം. 10ാം ക്ലാസ് പഠനമാണ് സെമിനാരിയിലോ കന്യാസ്ത്രീ മഠത്തിലോ ചേരുവാനുള്ള അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത. +2 പഠനത്തിന് ശേഷവും ബിരുദാനന്തര പഠനങ്ങൾക്ക് ശേഷവും ദൈവവിളി തിരിച്ചറിഞ്ഞ് സെമിനാരികളിലും മഠങ്ങളിൽ ചേരുന്നവരും നിരവധിയാണ്. ഒരാളുടെ കഴിവുകളെക്കാളും നേട്ടങ്ങളെക്കാളും ദൈവം നോക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവീകത പൂർത്തിയാക്കുവാനും അയാൾ തയ്യാറാണോ എന്നതാണ്. സമ്പൂർണവും സ്നേഹപൂർണവുമായ സമർപ്പണത്തിന് മുമ്പിൽ കുറവുകളും ബലഹീനങ്ങളും അപ്രസക്തമാണ്. ആഗോള കത്തോലിക്ക സഭയ്ക്ക് ഏറ്റവും അധികം വൈദികരെയും സന്യസ്തരെയും സംഭാവന ചെയ്ത രൂപകളിൽ മുൻനിരയിലാണ് നമ്മുടെ അതിരൂപതയുടെ സ്ഥാനം. തൃക്കാക്കരയിൽ നിന്നുള്ള നമ്മുടെ അതിരൂപത മൈനർ സെമിനാരിയും വിവിധ മേജർ സെമിനാരികളുമായി 129 സെമിനാരിക്കാർ അതിരൂപതയ്ക്ക് വേണ്ടി ഇപ്പോൾ വൈദിക പരിശീലനം നേടുന്നുണ്ട്. വൈദിക സന്യാസ പരിശീലനത്തിൽ ആയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇന്നേ ദിനം നാം ശ്രദ്ധിക്കണം. വൈദികരാകുവാനും സിസ്റ്റേഴ്സ് ആകുവാനുമുള്ള താല്പര്യമുള്ള കുട്ടികളെ തിരിച്ചറിയുവാൻ വികാരിയച്ഛന്മാരും വിശ്വാസ പരിശീലകരും പരിശ്രമിക്കണം. നമ്മുടെ അതിരൂപതയിൽ ഇത്രമേൽ ശ്രേഷ്ഠമായി വളർത്തിയ നമ്മുടെ മുൻ തലമുറകളിലെ വൈദികരുടെ പാത പിന്തുടരുവാൻ ഈശോ യുവജനങ്ങളെയും കുട്ടികളെയും പ്രചോദിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുട്ടികളുടെ പേരുകൾ വികാരിയച്ഛന്മാർ അതിരൂപത വൊക്കേഷണൽ പ്രൊമോട്ടറെ അറിയിക്കണം. ഈശോയുടെ സ്വന്തമാകുവാനും ഈശോയുടെ സുവിശേഷം പ്രഘോഷിക്കുവാനും ഈശോ നൽകുന്ന സമാധാനം സന്തോഷവും അനേകർക്ക് പകർന്നു നൽകുവാനും ധാരാളം ദൈവവിളികൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടിയുള്ള മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും സുഖത്തോടും കൂടി നിന്ന് കർത്താവേ പ്രാർത്ഥനയെന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. യുവജനങ്ങളുടെ സ്നേഹിതനായ ഈശോയെ, ഇന്നേ ദിനം KCY സംഘടനയിൽ പുതിയതായി അംഗത്വം സ്വീകരിക്കുന്ന എല്ലാ യുവജനങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. സഭയ്ക്കും സമൂഹത്തിനും ഒരു അനുഗ്രഹമായി തീരുവാനും കൃപ ചെയ്യണമെന്നും KCYയിലെ എല്ലാ ഭാരവാഹികളെയും പ്രവർത്തനങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, മദ്യത്തിനും മയക്കുമരുന്നിനും ജഡികാസക്തിക്കും അടിമപ്പെട്ടു പോയിരുന്ന എല്ലാ മനുഷ്യരെയും പ്രത്യേകിച്ച് യുവജനങ്ങളെ അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ തിന്മകൾക്ക് കീഴ്പ്പെട്ടു പോയവരെ അതിൽ നിന്നും വിമോചിപ്പിക്കുവാനുള്ള താല്പര്യവും സ്നേഹവും ഞങ്ങളിൽ ഉണർത്തണമെന്നും ഞങ്ങളാരും ഇവയ്ക്ക് അടിമപ്പെടാതിരിക്കാൻ കൃപ ചെയ്യണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ജീവിക്കുന്ന സാക്ഷികളായതുകൊണ്ട് സമൂഹത്തിലെ തിന്മകൾക്കെതിരെ വെല്ലുവിളി ഉയർത്തുവാനും യേശുവിന്റെ സ്നേഹ സമൂഹ നിർമ്മിതിയിൽ പങ്കാളികളാകുവാനും ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ
എന്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുത്തുന്ന യേശുവേ, പാപ സാഹചര്യങ്ങളിൽ നിന്നും ബോധപൂർവ്വം ഒഴിഞ്ഞുകൊണ്ടും മറ്റുള്ളവർക്ക് ദുഷ്പ്രേരണയ്ക്ക് ഇട നൽകുന്ന പെരുമാറ്റ രീതികൾ ഉപേക്ഷിച്ചുകൊണ്ടും നന്മ നിറഞ്ഞ ജീവിതം നയിക്കുവാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി എന്ന മുദ്രാവാക്യവുമായി കീസുവൈ പ്രസ്ഥാനത്തിലേക്ക് കടന്നുവന്ന ഞങ്ങളെല്ലാവരും സഭയുടെ ഉത്തമ സന്താനങ്ങളും കുടുംബത്തിൽ പുത്രൻ പ്രതീക്ഷയുടെ സമൂഹത്തിൽ നവമാനവികതയുടെയും അടയാളങ്ങളുമായി വർദ്ധിക്കുവാൻ അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഭാവനം ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ വാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴിയുകളയട്ടെ. തമ്പുരാന്റെ കരങ്ങളിലേക്ക് നമ്മുടെ നിയോഗങ്ങളും ആവശ്യങ്ങളും സമർപ്പിക്കാം. നന്മ കാണുവാൻ, തമ്പുരാന്റെ കൈകളിൽ കരങ്ങളുമായി പ്രവർത്തിക്കുവാൻ, യുവജനങ്ങളെ കുട്ടികളെ പ്രാപ്തരാക്കുവാൻ, കേസുകളെയും ഈ വിഷയങ്ങളെ അനുഗ്രഹിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങയുടെ ആദ്യമായ ത്രിത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ വിധാനത്തിനെയും മരണത്തിനെയും സംസ്കാരത്തിനെയും ഉദ്ധാരത്തിനെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുന്ന മിശിഹ തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ കൽപ്പനയനുസരിച്ച് മിശിഹായുടെ സ്വർഗത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിൽ മേൽ സുതകവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഏകദൈവമേ വിശ്വസിപ്പുമർത്യരാ ഞങ്ങളങ്ങയിൽ
പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാനും സ്വീകരിക്കുന്നവരാകുവാനും എളിയവരും പാപികളുമായിരുന്നേക്കും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുകയും ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലും ഉണ്ടാകുമാറാകട്ടെ. അശുദ്ധരായ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നിസാരായ ഞങ്ങളുടെ കീർത്തനങ്ങൾ സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും സ്തോത്രങ്ങളോട് ചേർക്കണമേ. ഭൂവാസികളെ സ്വർഗവാസികൾ ഒന്നിപ്പിച്ച അങ്ങയുടെ അനന്തകാരുണ്യത്തിന് എന്നേക്കും സ്തുതി. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേക്ക് ഓശാന പാടുകയും ചെയ്യുന്നു.
ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി യേശു നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലെ ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുന്നു. സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി സിദ്ധപ്പെടുന്ന പുതിയ ഉടമ്പടിയിൽ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യും. നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മനുഷ്യർക്കും വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും കുടുംബാംഗങ്ങൾക്കും മക്കൾക്കും യുവജനങ്ങൾക്കും വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്നു അയോഗ്യരായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവേ അങ്ങേ കുർബാന സ്വീകരിക്കണമേ. പരിശുദ്ധാത്മാവ് വരട്ടെ. അങ്ങയുടെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ചു ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ ബോധനയും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയരത്തിലുള്ള വലിയ പ്രത്യാശയും അങ്ങേ സ്ഥിതിപ്പെടുത്തിയ എല്ലാവരുടെ ഉദ്ദേശം സ്വർഗരാജ്യത്തിനും ഭൗമായ ജീവിതത്തിനും കാരണമാകട്ടെ.
സജീവവും പരിശുദ്ധവും ശിവദായകമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ തിരുശരീരവും തിരുരക്തവും സ്വർഗത്തിൽ ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിലുള്ള രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും പത്യാഗ്രഹം സമീപിക്കാം. അനുതാപത്തിനാവുന്ന ശരണത്തോടെ അവരാരിൽ നിന്നും പാപങ്ങൾ സ്വച്ഛാദപിച്ചും സ്വർഗ്ഗത്തിൽ ക്ഷമിച്ചുകൊണ്ടും സ്ഥലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയെ പാപമോചനം യാചിക്കുകയും ചെയ്യാം. കലകളും അടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലെ വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കൾ മുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം.
കാരണമാവട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ചോദിക്കുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന് പറയുന്നത് ദൈവത്തോട് ഞാൻ ചോദിച്ചതെല്ലാം എനിക്ക് ലഭിക്കും എന്ന വളരെ വിശ്വാസത്തോടു കൂടി അവിടുത്തെ വിളിച്ചപേക്ഷിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഇതുകൊണ്ട് നാം രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രീതിക്കുവിൻ. വിശുദ്ധ ബലിയിൽ നമ്മുടെ മുൻപിൽ ബലിയർപ്പിക്കപ്പെട്ട ജീവനുള്ള ദൈവത്തിന്റെ കുഞ്ഞാടിന് മുൻപിൽ നമ്മോടൊപ്പം സ്വർഗീയ സൈന്യങ്ങൾ നിലകൊള്ളുന്നു. മിശിഹായുടെ ശരീരത്തിൽ സ്വീകരിച്ച് അവിടത്തേക്ക് ഹല്ലേലൂയ പാടാം. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ശിഹായുടെ പാവനം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. മിശിഹാ ശരീരത്വവും കടന്ന പുറത്തേക്ക് നിത്യജീവനും കാരണമാകട്ടെ. നമ്മെ വിശുദ്ധീകരിക്കാൻ സ്വന്തം ശരീരത്തെ നമുക്ക് നൽകിയ വാഴ്ത്തപ്പെട്ടവരാകുന്നു. സഹോദരന്മാരെയും മാരകമാർ പോലും ഭയഭക്തിയോടെ സൂക്ഷിക്കുന്ന ഈ രഹസ്യം നമുക്ക് വിശ്വാസത്തോടെ സ്വീകരിക്കാം. എന്നെ കുരിശോളം വലുതാക്കണേ. നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. എന്നെ കുരിശോളം വലുതാക്കണേ. നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ.
മുന്നിൽ ഞാൻ വിജയിച്ചിടാത്തൊരു ദോഷനായി തീരുകയും ദൈവമേ നിൻ മുൻപിൽ ദാസനാം ഞാനൊട്ടും ചെറുതായി പോവരുതേ. ലോകത്തിൻ മുന്നിൽ ഞാനൊന്നുമില്ലാത്തൊരു എളിയവളാകുകയും ദൈവമേ നിൻ മുൻപിൽ ദാസിയാം ഞാനൊട്ടും ചെറുതായി പോവരുതേ. പരിശുദ്ധാത്മാവിന്റെ പ്രഭാവനത്താൽ ശുദ്ധവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമർപ്പിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരുടെ മുതലാവർക്കും ഇവിടുതാകമായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. നിത്യപുരോഹിതനായ ഈശോ അങ്ങയുടെ സമാധാനത്തിലേക്ക് യാതൊരർത്ഥവുമില്ലാതെ അങ്ങയുടെ ഹൃദയത്തിൽ നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തിൽ ദിവസങ്ങളോടുകൂടി അവരുടെ പരിശുദ്ധകാരണം മലിനമാകാതെ കാക്കണമേ. അങ്ങേ തിരുത്തത്താൽ ഞങ്ങളുടെ നാമങ്ങളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ പുരോഹിതത്തിന് മഹനീയത്തിൽ സ്വീകരിക്കുക അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കൾ മാറ്റുകയും വിശദമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ സ്നേഹം അവരെ ലോകത്തിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസഫലങ്ങളായ പോയിട്ടുണ്ട്. അവരുടെ ശുശ്രൂഷിക്കുന്നവർ ഇത്തരം അവരുടെ ആർക്കവും ആശ്വാസം പരത്തിന്റെ സൗഭാഗ്യത്തിന്റെ മൗനവുമായി തീരട്ടെ. അങ്ങയുടെ കൂടിയായിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ചെറുക്കുവാനും അവസ്ഥാവസ്ഥയിലാകട്ടെ. കർത്താവ് അങ്ങയുടെ തിരുസഭയെ വിശുദ്ധരായ വൈദികരെ സന്യാസിമാരെ ആത്മായ പ്രേക്ഷകരെ പ്രധാനം ചെയ്യണമേ. ലോകരക്ഷകനായ ഈശോ അങ്ങയുടെ യോഗ്യതയിലേക്ക് ശുശ്രൂഷകളെ വിശദീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായി മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമയെ, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുക്കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. അറിയിപ്പുകൾ. കഴിഞ്ഞ ആഴ്ചയിലെ സ്വന്തം കാഴ്ച 5210 രൂപ. ഈ ആഴ്ചയിൽ പള്ളി പരിസരവും വൃത്തിയാക്കിയത് യൂണിറ്റ് 2 അടുത്ത ആഴ്ചയിൽ യൂണിറ്റ് 3 2000 അംഗങ്ങൾക്ക് നന്ദി പറയുന്നു. ഇന്ന് പാരിഷ് കൗൺസിൽ മീറ്റിംഗ് ഉണ്ടായിരിക്കും വൈകിട്ട് 4:30. KCY യുവജനങ്ങളുടെ നേതൃത്വത്തിലുള്ള ഓണാഘോഷ പരിപാടികൾ 23-ാം തീയതി ഞായറാഴ്ചയായിരിക്കും. ഇന്ന് 3:30 വിമൻ വെൽഫെയറിൻ്റെ മീറ്റിംഗ് ഉണ്ടായിരിക്കും. വിമൻ വെൽഫെയർ അംഗങ്ങളെല്ലാവരും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ വരുന്ന വെള്ളിയാഴ്ച വൈകിട്ടായിരിക്കും കുർബാന. 5:30 മുതൽ കുമ്പസാരിക്കുവാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. 4 മിനിറ്റിൻ്റെ ഉപയോഗം കൈത്തോട്ടുന്ന ദേവസി ഡേവീസിൻ്റെ വസതിയിൽ വെച്ച് ഇന്ന് 5:30. 3-ാം മിനിറ്റിൻ്റെ ഉപയോഗം പുന്നയ്ക്കൽ കൊച്ചൗസിൽ ജോയിയുടെ വസതിയിൽ വെച്ച് 6:30 സംഭവിക്കുന്നു. 16-ാം തീയതി ഞായറാഴ്ച +2 വിദ്യാർത്ഥികളുടെ അലൈവ് പ്രോഗ്രാം രാവിലെ 9:30 മുതൽ 4 മണി വരെ അങ്കമാലി വേങ്ങ വിശ്വജ്യോതി സ്കൂളിൽ വെച്ച് നടക്കുന്നു. എല്ലാ കുട്ടികളും പങ്കെടുക്കേണ്ടതാണ്. +2 വിദ്യാർത്ഥികൾ. മഠത്തിൽ ബൈബിൾ നഴ്സറി തുടങ്ങുന്നു. 22-ാം തീയതി ശനിയാഴ്ച മുതലാണ് ബൈബിൾ നഴ്സറി ആരംഭിക്കുക. ശനിയാഴ്ച ദിവസങ്ങളിൽ 2.5 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായിട്ടാണ് ബൈബിൾ നഴ്സറി ഒരുക്കുക. 9 മുതൽ 12:30 വരെ ആയിരിക്കും ബൈബിൾ നഴ്സറി. ഓഗസ്റ്റ് 15-ാം തീയതി ശനിയാഴ്ച മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ ദിനവും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനവും. ആദ്യ കുർബാന രാവിലെ 6:45-നും രണ്ടാമത് കുർബാന 9:30-നും ആയിരിക്കും. പതിവ് പോലെ പള്ളിയും സ്കൂളുകളും സംയുക്തമായി പതാക ഉയർത്തുന്നതാണ്. ഫൊറോണോ ബൈബിൾ കൺവെൻഷൻ സെപ്റ്റംബർ 4 വെള്ളി, സെപ്റ്റംബർ 21 തിങ്കൾ തീയതികളായിട്ടാണ് നടക്കുക. സീനിയർ ജൂനിയർ വിഭാഗങ്ങളിൽ പങ്കെടുക്കാം. 2002 ജാനുവരി 1 മുതൽ 2011 ഡിസംബർ 31 വരെ ജനിച്ചവർ സീനിയർ വിഭാഗത്തിലും 2012 ജാനുവരി 1 മുതൽ ജനിച്ചവർ ജൂനിയർ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു.
പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ കോർഡിനേറ്റേഴ്സ് ജെയിൻ സാജൻ, സിജി ഷോമി, കാറ്റഗറി സെക്രട്ടറി മിസ്ട്രസ്, റവർ സിസ്റ്റർ മാർഗറ്റ് എന്നിവരുടെ കയ്യിൽ പേരുകൾ നൽകാവുന്നതാണ്. ഓഗസ്റ്റ് 16-ാം തീയതിക്ക് മുമ്പ് പേരുകൾ നൽകേണ്ടതാണ്. മത്സരങ്ങൾ ഇടവക ഗ്രൂപ്പിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കഥാവായ ദൈവമേ, സുന്ദരവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായ കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. മനുഷ്യവർഗത്തിന് പ്രത്യാശയായ മിശിഹായ സുദൃഢവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ കൃപാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഓർക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായി ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായ നീക്കും. നമ്മൾ കേൾക്കി നവജീവൻ നൽകി പിന്നിൻ സമ്പത്തും തിരുവചനത്താൽ കനിവോടെ ധന്യത നൽകി ലോകത്ത് സുവിശേഷത്തിൻ സാക്ഷികളാം ജീവിതം വീട്ടിൽ നീങ്ങിടുവാൻ സ്നേഹസമൂഹം തേർന്നെന്നും സഭയുടെ നിസ്തുല ചൈതന്യം പാരിലെങ്ങും നൽകിടുവിൻ. ജീവനെഴും തിരുശ്രീമായ നിങ്ങൾ മുദ്രിതരാകട്ടെ. സംരക്ഷിതരായി തീരട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. കടകളുടെ പാപങ്ങളുടെ മോചനത്തിന് കാരണമാകട്ടെ. ഇനി ഞങ്ങളുടെ